ഹലോ ഗായ്സ്, നമ്മളിന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. എല്ലാ മാസവും അത്തോണേട്ടൻ്റെ നാളിൽ അമ്പലത്തിൽ വിളക്കുണ്ട്. അപ്പോൾ ഇന്ന് അത്തനാളാണ്. അങ്ങനെ അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു. ഗായ്സ്, സഞ്ജുക്കുട്ടൻ്റെ അവസ്ഥ നോക്ക് ഗായ്സ്. ചാടി ഇരുന്ന് കിടന്ന് ഊരുണ്ട്. ഭയങ്കര പേടിയാണ് കേട്ടോ ആളിന്. ഈ നിപ്പ വൈറസൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നിറയെ പൈനാപ്പിൾ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും ഏട്ടനും പിള്ളേരും ഒക്കെ വന്നിട്ട് നല്ല പൈനാപ്പിൾ പഴുത്ത് നിൽക്കുന്ന കേട്ടോ. അപ്പം നമ്മളതൊക്കെ പിച്ചി നല്ല മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇതുവഴി വരുമ്പോൾ ഞാനും ചേട്ടനൊക്കെ ഇങ്ങനെ ഇതുവഴി നടന്നു പോകുന്ന കുറേ ഓർമ്മകളൊക്കെയാണ് കിട്ടുന്നത്. ഗായ്സ്, ഇതാണ് നമ്മുടെ അപ്പുപ്പൻ കാവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത്. ഏട്ടൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ നേർച്ച തരാറുണ്ട്, അത് നടത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. വഴി മാറിപ്പോയി ഗായ്സ്. വീഡിയോ പിടിച്ച് ഏട്ടനെന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ നട. ഇപ്പോൾ പണിയൊക്കെ കഴിച്ചിങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഇവിടെ പൂജിക്കുന്ന ആൻറ്റിയാണത്. ഗായ്സ്, ഞാൻ ഇവിടെയാണ് പായസമൊക്കെ വയ്ക്കുന്നത്. ഇപ്പം മഴയുണ്ട്, അടുപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ച് വെക്കുക. ഇതാണ് ഊട്ടുപുര. ഗായ്സ്, മണി അടിക്കാൻ നോക്കട്ടെ. മണി അടിക്കാൻ പറ്റണില്ല. മണി കിടന്ന് തൂവാണ് ഞാൻ. ഇങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചേട്ടനെ കാണാൻ ഞാൻ നോക്കിയപ്പോൾ ചേട്ടനെ വെള്ളത്തിൽ എടുത്ത് ചാടിയിട്ട് ചേട്ടനെ കാണുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഇവിടേക്ക് ഞാൻ നോക്കി ആരെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആരും വിളിക്കാൻ പരുവത്തിനൊന്നും ആരുമില്ല. ഞാൻ വിചാരിച്ചു ഞാനും കൂടെ എടുത്തങ്ങ് വെള്ളത്തിൽ ചാടാമെന്ന്. എന്തായാലും മരിക്കുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ ദൂരെ നിന്നൊരു തല കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര വെള്ളം കൊണ്ടുപോയി, ഇനിയിപ്പോൾ എന്തോ ചെയ്യും. നോക്കിയപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കൈ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സമാധാനേ, കുഴപ്പമൊന്നുമില്ല. അപ്പം അതാണ് ഓർമ്മ വരുന്നത്. നമ്മളിവിടെ ഒന്നിങ്ങനെ ഇരിക്കും. ചേട്ടൻ അവിടെ ആ പാറയുടെയൊക്കെ ഇടയുണ്ടല്ലോ, അവിടെ നിന്നാണ് മീൻ പിടിച്ചെടുക്കുന്നത്. വലിയ മീൻ പിടിച്ചെടുക്കും ആൾ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കാലുമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ചഞ്ചുകൂട്ട ആകെ പേടിച്ചിരിക്കണം, എന്ത് ചെയ്യട്ടെന്ന് അറിയാമോ. ഇവരൊക്കെ ഇത് എന്ത് കാണിക്കുന്നെന്നാണ്. ചഞ്ചുക്കുട്ടൻ പോകുന്നുണ്ടോ? പിച്ച വായി നോക്കി പ്രകൃതി ഭംഗി ആസ്വദിച്ച്. തെങ്ങിൻ തോട്ടം കണ്ട ഗൈസ്. മണ്ട പോയ തെങ്ങാണ് ആദ്യം കണ്ട. സോറി കൊണ്ടു തെങ്ങിലൊന്നും തേങ്ങയില്ല കേട്ടോ, അത് കാര്യമായി. അല്ലെങ്കിൽ മണ്ടയ്ക്ക് വീണേനെ. ഇതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ സത്യം പറഞ്ഞ് ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ചേട്ടനുണ്ടെങ്കിൽ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചാലിലും കുളത്തിലൊക്കെ മീനുണ്ടാന്നൊക്കെ നോക്കി. പിന്നെ ഈ തെങ്ങിലൊക്കെ തത്ത ഉണ്ടാകും. ഇവിടെ തത്ത ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുമ്പ് ഇവിടെ ഭയങ്കര കൃഷിയായിരുന്നു. നെല്ലൊക്കെ ഭയങ്കരമായിട്ട് കൃഷിയായിട്ടുണ്ടായിരുന്നു. മരച്ചീനി ഉണ്ടായിരുന്നു, വാഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ വാഴയേ ഉള്ളൂ, നെല്ലും ഇല്ല, മരച്ചീനിയും ഇല്ല. കാരണം പന്നി ഭയങ്കരമായ ശല്യവും. ഇവിടെയൊക്കെ ഭയങ്കരമായ ചീനി ഉണ്ടായിരുന്നു. ഇപ്പം ചെയ്യണ്ടോ, വേലി ഇട്ടിട്ട് പോലും രക്ഷയില്ല. അപ്പോൾ തത്തയുണ്ട്. അപ്പോൾ നെല്ല് തിന്നാനായിട്ടേ അങ്ങ് തിന്നാനായിട്ട് ഇഷ്ടം പോലെ തത്തകൾ വരുമായിരുന്നു. അപ്പം തത്തയൊക്കെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. കുഴപ്പമില്ല. അയ്യോ, എൻ്റെ കൊച്ചിൻ്റെ കാലിൽ ചെളി പറ്റി. പോട്ടെ വണ്ടി പോട്ടെ. സാധാരണ ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഫോണൊന്നും അങ്ങനെ എടുക്കാറില്ല. കാരണം ഫോൺ
പുറത്ത് വയ്ക്കുമ്പോൾ ഫോണൊന്നും കോളുകളൊന്നും ഞാനങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുവെച്ചാൽ അങ്ങനെ ആരും വിളിക്കാറില്ല. പിന്നെ ഞാനങ്ങനെ ഇടയ്ക്ക് ഇത് വഴി തെറ്റി പോവല്ലേ, ഗൂഗിൾ മാപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ ഫോണൊന്നും വാ ഇങ്ങോട്ട് വാ, എടാ വാ ഇങ്ങോട്ട്. അപ്പം അങ്ങനെ ഫോൺ എടുക്കാറില്ല. ഇപ്പോഴും ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഓ എവർക്കൊന്നും തോറ്റി വട്ടുവല്ലോ ഉണ്ടോ. അവർക്കറിയില്ല ഗൈസ് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം. അടിപൊളി ഒരു പന്നിയല്ല സോറി, ഒരു പോത്ത് നിൽക്കുന്നു. ചഞ്ചിക്കുട്ട വേഗം ആവട്ടെ, പിച്ച വയ്ക്കുന്ന കാരണം താമസിക്കുന്നുണ്ട്. കൊക്കുകളെ കാണുന്നുണ്ടോ ഗൈസ്? സൂം ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ, അങ്ങ് ദൂരെ എവിടെയോ ഒരു കർഷകി നിന്ന് വയൽ കിളയ്ക്കുന്നുണ്ട്. നോക്കി ഈ ഫോണിൽ നോക്കി മിക്കവാറും ഞാൻ കണ്ടത്തിൽ വീഴുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കണ്ടോ ഗൈസ്, പോത്തിനെ കണ്ടോ ഗൈസ്? ഒരു കുഞ്ഞ് അവിടെ നിന്ന് തത്തി കളിക്കുന്നുണ്ടോ ഗൈസ്? അത് എൻ്റെ മോളുടെ 1 വയസ്സിന് ഇളയതാണ് ആ കുഞ്ഞ്. അതായത് ആ കൊച്ച് ഇപ്പോൾ 2ാം ക്ലാസ്സിൽ, മോള് 3ാം ക്ലാസ്സിൽ. ഇവിടെയൊക്കെ നെല്ലായിരുന്നു, ഇവിടെയായിരുന്നു ഇഷ്ടംപോലെ തത്തയുള്ളത്. വൈകുന്നേരം നമ്മൾ ഈ സമയത്തൊക്കെ വരുമ്പോഴേ ആ നെല്ലിൻ്റെ ആ കതിര് കൊത്തുന്ന കാണുന്നത് എന്തുമാത്രം 10-50 അല്ല, അതിൽ കൂടുതലുണ്ട്. കണ്ടോ ഇപ്പോൾ പന്നിയൊക്കെ വന്ന് നശിപ്പിച്ച് എല്ലാം കോളമാക്കി തന്നു. നമ്മുടെ പ്രകൃതി ഭംഗി നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ ഗൈസ്? ഗൈസ് ഈ കാണുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ പാലം പണ്ട് 2 തെങ്ങുണ്ടല്ലോ, തെങ്ങും തടിയായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന സമയത്തൊക്കെ. അപ്പോൾ ഈ തെങ്ങിൻ തടിയിൽ നമ്മൾ കയറി വേണം അങ്ങ് അപ്പുറം ഇറങ്ങാം, പാലത്തിൻ്റെ അപ്പുറം ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ടൈമിന് മറ്റില്ല മൈ ബോസിൽ മമതയുണ്ടല്ലോ, കണ്ടിട്ടില്ലേ തെങ്ങിൻ തടി കൂടെ ഇങ്ങനെ കയറി പാലം കിടക്കുന്നത്, അതുമാതിരിയുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. പശു നിൽക്കുന്ന സ്ഥലം കാണുന്നുണ്ടോ? അവിടെ ആ ചേട്ടനൊക്കെ പണ്ട് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ വരുന്നു. വന്നിട്ട് മറ്റില്ലോ വയലൊക്കെ പൂട്ടാൻ പോകുന്ന കാളയുണ്ടല്ലോ, അതുപോലെയാണ് വരുന്നത്, ചെളിയിലൊക്കെ മുങ്ങിയിട്ട്. കൊക്കിൻ്റെ കുഞ്ഞിനെ കാണിക്കുവാണ് ചഞ്ചിക്കുട്ടൻ. നിങ്ങൾ കാണുന്നുണ്ടോ? കൊക്കിൻ്റെ കുഞ്ഞിനെ കാണുന്നുണ്ടോ? അവർ കാണുന്നുണ്ടെന്ന്. ചഞ്ചുക്കുട്ടൻ കാണുന്നുണ്ടെന്ന്. അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോൾ ചഞ്ചുക്കുട്ടൻ ചോദിക്കുന്നുണ്ട് ബെറോട്ടയും ചിക്കനും കിട്ടുമെന്ന്. ഏത് അമ്പലത്തിലാണോ എന്തോ ബെറോട്ട ചിക്കനും കിട്ടുന്നത്. അത് ചേമ്പൊന്നുമല്ല, മടന്തയാണ്. നമ്മൾ അമ്പലത്തിനോടടുക്കാറായിരിക്കുന്നു ഗൈസ്. അമ്പലം എത്താറായി, സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ വിളക്കെടുക്കണം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ എന്താ ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നതെന്ന്. വട്ടാണ് ഗൈസ്, വട്ട്. അയ്യോ എനിക്കറിയില്ല ഈശ്വര. നിങ്ങളിപ്പോൾ ഏട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉടനെ നിങ്ങളുടെ മുമ്പിൽ ചേട്ടനെ എത്തിക്കുന്നതായിരിക്കും ഞാൻ. ആളിങ്ങനെയൊന്നുമല്ല കേട്ടോ, ഭയങ്കര കോപ്രായങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പിടിക്കാനും ഫോട്ടോ പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ. ഇവിടെ പണ്ട് ഈ വശം കണ്ടോ, ഇവിടെ ഇത്രയും നെല്ലാണ്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ വഴിയുടെ അപ്പുറവും ഇപ്പുറവും നെല്ലാണ്. അപ്പം നമ്മൾ ആ നെല്ലിൻ്റെ, അതായത് ആ വഴിയിൽ കൂടെ പോകുമ്പോൾ 2 അറ്റത്തെ ആ കതിരുണ്ടല്ലോ, നമ്മൾ കയ്യിൽ ഇങ്ങനെ വന്ന് തട്ടും, നമുക്കിങ്ങനെ തൊട്ട് അതൊരു ഫീലല്ലേ ഗൈസ്. ഞാൻ നിങ്ങളുടെ മൂതലയുടെ ഭംഗിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് കുഞ്ഞിലെ ഈ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ സംഭവം ഈ കായ ഇങ്ങനെ പിച്ചെടുത്ത് കയ്യിലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഞാൻ കാണിച്ചു തരാം. കയ്യിലിങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ കൈ മുറിഞ്ഞു, എൻ്റെ കൈ മുറിഞ്ഞ് പറഞ്ഞ് പിള്ളേരെയൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു. നിങ്ങളിങ്ങനെ കാണിക്കുക ഗേൾസ്, കാണിച്ചിട്ടുണ്ടോ? അല്ലേ അമ്പലത്തിൻ്റെ സ്റ്റോറെത്തി. ആ അപ്പുറം കാണിക്കുന്ന 2 ഡോറിലെ അവിടെ ആ അമ്പലത്തിലെ പൂജാരി താമസിക്കുന്നത്, അവിടെ നമ്മൾ എത്തി ഗേൾസ്, എത്തി.
ഒടുവിൽ നമ്മൾ അമ്പലത്തിലെത്തി, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഗൈസ്.